ഒപ്പക്കിൽ നിന്ന് UAE പിന്മാറുന്നത് എന്തിനാണ് എന്ന വിശകലനമാണ് വേൾഡ് ഇൻ വേർഡ്സ് ഇന്ന് ആദ്യമായി നടത്തുന്നത്. ആശുപത്രികൾ തകർത്തതിനു പുറമെ ഡോക്ടർമാരെ തടവിലിട്ട് പീഡിപ്പിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചും കഞ്ചാവ് കടത്തുന്ന ബുദ്ധ സന്യാസിമാരെ കുറിച്ചുമുള്ള വാർത്തകളാണ് മറ്റുള്ളവ. ഇറാനെതിരായ യുദ്ധം ഗൾഫ് മേഖലയിലെ പഴയ തർക്കങ്ങളെല്ലാം ഇല്ലാതാക്കി അവരെ ഒന്നിപ്പിക്കുമെന്ന തോന്നൽ വെറുതെയാവുന്നു. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപ്പക്കിൽ നിന്നും UAE അടുത്ത മാസത്തോട് ഒഴിയുമെന്ന അറിയിപ്പ് ഇത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. എത്രമാത്രം എണ്ണ ഓരോ രാജ്യത്തിനും പമ്പ് ചെയ്യാൻ അനുവദിക്കണമെന്ന കാര്യത്തിൽ നേരത്തെ സൗദി അറേബ്യയുമായി ഉണ്ടായിരുന്ന തർക്കമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഒപ്പക്കിലുള്ള സൗദിയുടെ നേതൃപദവിയിലും UAEക്ക് അത്ര കണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. സുഡാനിലും രണ്ടുപേരും പക്ഷം ചേർന്ന് പോരടിക്കുന്നതും പരസ്യമായ രഹസ്യമാണ്. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിനു മുമ്പ് ഇന്ധന ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും കാര്യത്തിൽ UAEയുടെ ഒപ്പം എത്താനുള്ള ശ്രമത്തിലായിരുന്നു സൗദി. കുറച്ചൊക്കെ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ യുദ്ധം എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ചു. വിലയുടെ കാര്യത്തിൽ മെച്ചമുണ്ടാവാൻ വേണ്ടി ഒന്ന് കരുതി കച്ചവടം ചെയ്താൽ മതി എന്ന സൗദിയുടെ അഭിപ്രായത്തോട് UAE അത്ര കണ്ട് യോജിച്ചിരുന്നില്ല. കച്ചവടവും ഉൽപ്പാദനവും നിയന്ത്രണമില്ലാതെ നടക്കട്ടെ എന്നായിരുന്നു അവരുടെ നിലപാട്. ജനസംഖ്യ കുറവുള്ള UAEയിൽ എണ്ണക്കച്ചവടവും ഉൽപ്പാദനവും കുറച്ചാളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം UAE അപേക്ഷിച്ച് വൻ ജനസംഖ്യയുള്ള സൗദിയിൽ UAEയുടേതിനേക്കാൾ ഇരട്ടി ഓയിൽ റിസർവുകളുണ്ട്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ കാര്യത്തിൽ ചില ശ്രദ്ധകൾ ഉണ്ടായേ പറ്റുമെന്നാണ് സൗദി നിലപാടെടുക്കുന്നത്രേ. സൗദി UAEയും ഇത്തരത്തിൽ അടികൂടുന്നതോടെ ട്രംപിന് ഒന്നുകൂടെ നന്നായി ചിരിക്കാനുള്ള അവസരമായി എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനവും അതിനാവശ്യമായ സാങ്കേതിക വിദഗ്ധരെയും ഇസ്രായേൽ UAEക്ക് അയച്ചിരുന്നതായി വാർത്ത വന്നിരുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ നേരിടാനാണ് ഇത് എന്നായിരുന്നു വാദം. ഒപ്പക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റത്തെ ഇതുമായി ചേർത്ത് വായിക്കുന്നവരുമുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇഷ്ടത്തോഴനാവാനുള്ള മത്സരത്തിൽ വിജയിക്കാനുള്ള അടവായാണ് ഈ പിന്മാറ്റം വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ആകട്ടെ ഒപ്പക്ക് പൊളിഞ്ഞു കിട്ടാൻ കുറെ കാലമായി കാത്തിരിപ്പുമാണ്. ഇഷ്ടംപോലെ അമേരിക്കൻ സൈനിക താവളങ്ങളും സൈനികരും ഇപ്പോൾ തന്നെ UAEയിലുണ്ട്. സൗദിയും ഇക്കാര്യത്തിൽ മോശക്കാരല്ല. യുദ്ധം തീർക്കാൻ പാകിസ്ഥാൻ ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ അബുദാബിയെപ്പോലെ അത് മുടക്കാനുള്ള ശ്രമങ്ങളൊന്നും സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. UAEക്ക് പക്ഷേ ആ വഴിനിർത്തൽ അത്ര പിടിച്ചിട്ടില്ലത്രേ. 9 മാസത്തേക്കുള്ള യുദ്ധത്തിന് UAE സന്നദ്ധമാണെന്ന് മുൻപൊരു വാർത്ത വന്നിരുന്നു. അവരുടെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയോട് ഇത്തരത്തിൽ സംസാരിച്ചു എന്നായിരുന്നു വാർത്ത. അതേസമയം തങ്ങളുടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി മാത്രമാണ് ഈ നടപടി എന്നാണ് UAEയുടെ വാദം. ഇപ്പോഴത്തെ കണക്കിൽ എണ്ണ ഉൽപ്പാദനവും കച്ചവടവും നടന്നാൽ രാജ്യത്തെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ മൂലധനം ഉണ്ടാക്കാനാവില്ല എന്നാണ് ഇവർ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് അത്ര ഇവർ ഒരുങ്ങുന്നത്. 1960-ൽ ബാഗ്ദാദ് കോൺഫറൻസിൽ വെച്ചാണ് 5 രാജ്യങ്ങൾ ചേർന്ന് ഒപ്പക്ക് രൂപീകരിച്ചത്. അന്ന് അംഗമല്ലാതിരുന്ന UAE 67-ലാണ് ഒപ്പക്കിൽ ചേർന്നത്. ഒപ്പക്കിൽ അംഗമല്ലാത്ത ഇന്ധന ഉൽപ്പാദന രാജ്യങ്ങൾ ചേർന്ന് പിന്നീട് 2016-ൽ ഒപെക് പ്ലസും ആരംഭിച്ചു. റഷ്യയായിരുന്നു നേതൃത്വം. ഉൽപാദകരായ രാജ്യങ്ങൾക്ക് ഉൽപാദനത്തിനുള്ള കോട്ട നിശ്ചയിച്ചുകൊണ്ടാണ് ഒപ്പക്ക് എണ്ണ വില നിയന്ത്രിക്കുന്നത്. മാർക്കറ്റിലെ ആവശ്യത്തിനനുസരിച്ച് വിതരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് വില നിയന്ത്രിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന പരിപാടി. നിലവിൽ ഒപ്പക്കിന് മറുവശത്ത് UAE ഒറ്റയ്ക്ക് ഏത് നിലയ്ക്ക് മുന്നോട്ട് നീങ്ങുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത തരത്തിൽ ഉൽപാദനവും വിതരണവും നടത്തുന്നതോടെ മറ്റു രാജ്യങ്ങളും ആ വഴിക്ക് വരേണ്ടി വരുമോ എന്നതാണ് പ്രശ്നം. ഉപഭോക്തൃ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഉൽപ്പാദകർക്കിടയിലുള്ള മത്സരം ഗുണം ചെയ്യുമെന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്കയ്ക്കും മറ്റുള്ളവർക്കും മാത്രമായിരിക്കും ലാഭം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതിനൊക്കെ പുറമെ ലോകം എത്ര കാലം എണ്ണയെ ആശ്രയിക്കുമെന്നൊരു വാദവും ഉയർന്നു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിലെ എല്ലാം വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് എന്നൊരു വസ്തുതയുണ്ട്. അതോടെ ഈ എണ്ണ ഉൽപ്പാദകരുടെ ഹുങ്ക് തകരും എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ബുദ്ധമതം സമാധാനത്തിൻ്റെയും അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഒക്കെ മൂർത്ത രൂപമായാണ് വിലയിരുത്തപ്പെടാറുള്ളത്. എന്നാൽ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വാർത്ത അത്ര സുഖകരമായ ഒന്നല്ല. കൊളംബോ വിമാനത്താവളത്തിൽ നിന്ന് 110 കിലോഗ്രാം കഞ്ചാവുമായാണ് 22 ബുദ്ധ സന്യാസിമാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വിവിധ ബുദ്ധക്ഷേത്രങ്ങളിൽ സന്യാസിമാരാവാൻ തയ്യാറെടുക്കുന്ന ജൂനിയർ ട്രെയിനികളാണത്രേ ഇവർ. തായ്ലൻഡിൽ നിന്ന് വരികയായിരുന്നു ഈ സന്യാസിമാർ. പ്രത്യേകം തയ്യാറാക്കിയ സൂട്ട് കേസുകളിലായിരുന്നു ഇത് കൊണ്ടുവന്നത്.
ഗസ മുനമ്പിലെ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടറായ ഡോക്ടർ ഹുസാം അബു സഫിയയുടെ ജയിൽവാസം നീട്ടാൻ ഇസ്രായേൽ കോടതിയുടെ ഉത്തരവ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം എന്താണ് എന്ന് വെളിപ്പെടുത്താതെയാണ് തടവ് നീട്ടിയതത്രേ. 2024 ഡിസംബർ 27 ശിശുരോഗ വിദഗ്ധനായ അദ്ദേഹത്തെ തടവിലാക്കിയത്. അതിനുശേഷം കാലാവധി നിശ്ചയിച്ചായിരുന്നു തടവ് നീട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ അനിശ്ചിത കാലത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശുപത്രി തകർക്കുകയും മുഴുവൻ സൗകര്യങ്ങളും ഇല്ലാതാക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ നിലനിൽക്കുന്ന അൺലോഫുൾ കോമ്പാറ്റൻസ് നിയമം ഫലസ്തീനികളെ വിചാരണ കൂടാതെ ദീർഘകാലം തടവിലിടാൻ ഇസ്രായേൽ അധികാരികളെ അനുവദിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ സ്വന്തം മകൻ കൊല്ലപ്പെട്ട ശേഷവും രോഗികൾക്ക് തന്നാലാവും വിധം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബു സഫിയ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നന്ദി.